ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ജീവനത്തെ എല്ലാ ഭാഗത്തിലും അള്ളാഹുടെ സൂക്ഷിച്ചിട്ട് ಜೀವನಾಕೊಂಡು ಚೊಂತು ಸ್ವಂತ ನಫ್ಸುರೆ ಮರ್ಕಂಟ ಓರೋತ್ತಟಿಗೆ ಉಪದೇಶ ಹಾಕ್ಯಂಟುಲ್ಲ, ವಸಿಯತ್ ಹಾಕ್ಯಂಟುಲ್ಲ. അള്ളാഹുടെ നിയമനിർദ്ദേശന പാലനാക്കിയിട്ട് മരിക്കുന്ന സമയത്തിൽ മുത്തഖീങ്ങായിട്ട് മരണപ്പെട്ടു പോകുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. പുരുഷത്തെ സത്യവിശ്വാസിമാർ, ഇന്നത്തെ ഖുതുബത്തെ വിഷയ ദുൽഹിജ്ജ തിങ്കളിലെ 10 നാളിൻ്റെ ആ ശ്രേഷ്ഠത്തെ ചൊല്ല വിഷയത്തിക്കറും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ഭൂമി ആകാശത്തെ സൃഷ്ടിയാക്കിയാൽ പിന്നെ അള്ളാഹിൻ്റെ പക്കൽ തിങ്കളിലെ കണക്ക് 12 തിക്കറ്. ഇന്ന ഇദ്ദത ശുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ 4 ഹുറും. നിശ്ചയമായിട്ടും അള്ളാഹിൻ്റെ പക്കൽ ഭൂമി ആകാശ സൃഷ്ടിയാക്കിയാൽ പിന്നെ അള്ളാഹിൻ്റെ പക്കൽ തിങ്കളിലെ കണക്ക് 12 തിക്കറ്. അതിൽ 4 തിങ്കൾ യുദ്ധനിഷിദ്ധമായ പവിത്രമായ തിങ്കളായിട്ട് സ്വന്തമായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാടുത്തുണ്ട്. അപ്പോൾ ഏതായിട്ടിക്കറ ആ 12 തിങ്കൾ? അതിൽ 1ാമത്തെ തിങ്കളായിട്ട് കടന്നു പണ്ടത് മുഹറം ചൊല്ലത്, 2ാമത്തേത് സഫർ, 3ാമത്തെ റബ്ബിൽ അവ്വൽ, 4ാമത്തെ റബീഉ സാനി, 5ാമത്തേത് ജുമാദിൽ ഊല, 6ാമത്തേത് ജുമാദിൽ ഉഖ്റ, 7ാമത്തേത് റജബു, 8ാമത്തെ ഷഅബാൻ, 9ാമത്തെ റമളാൻ, 10ാമത്തെ ശവ്വാൽ, 11ാമത്തെ ദുൽഖഅദ, 12ാമത്തെ ദുൽഹിജ്ജ.
മുസ്ലിമീങ്ങൾ തിങ്ങലിലെ പഠിച്ചിട്ട് പോയിക്കോണം. കാരണം ഞങ്ങളുടെ സമുദായത്തിൽ ചെമ്മത്തെ ആൾമാർ ഇസ്ലാമിക് ക്യാലണ്ടർ പ്രകാരത്തുള്ള 12 തിങ്ങലിലെ പേര് ചൊല്ലുകു ഭാരി ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതല്ലാത്ത ഏത് ദീൻ്റെ അല്ലെങ്കിൽ ഏത് ഭാഷയെ ഞങ്ങൾ പഠിക്കണം, അതിക്ക് വിരോധിക്കില്ല. എന്നെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനുമായിട്ട് വഴിപാട്ടിൻ്റെ ചില കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ട് പോയിക്കോണം. അപ്പം ഈ 12 തിങ്ങലിൽ ഇസ്ലാമിക് ക്യാലണ്ടർ പ്രകാരം 12 തിങ്ങലിൽ ഒന്നാമത്തേത് മുഹറം ഐത്തിക്കർ, ലാസ്റ്റ് ഐത്തിക്കർ ദുൽഹിജ്ജ തിങ്കളൈത്തിക്കർ. അപ്പം ആ 4 തിങ്കൾ ഏതൈത്തിക്കർ പവിത്രമാക്കിയ 4 തിങ്കൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടുന്നുണ്ട്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അസ്സമാനു ഖദ് ഇസ്തദാറ കഅഹ്യതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള അസ്സനതു 12 ശഹ്റ മിൻഹാ അർബഅത്തുൻ ഹുറും സലാസത്തുൻ മുതവാലിയാത്തുൻ ദുൽ ഖഅദതി വ ദുൽ ഹിജ്ജതി വൽ മുഹറം വ റജബ് മുദാർ അല്ലദി ജുമഅദ വ ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, അള്ളാഹു ആകാശ ഭൂമിയെ സൃഷ്ടിയാക്കിയാൽ പിന്നെ കാല അത് നിരന്തരമായിട്ട് ഇങ്ങനെ അത് ക്രമപ്രകാരം കടന്നുപോയിട്ടുണ്ടോ എന്ത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 4 തിങ്കളുടെ പവിത്രമാക്കിറാം. സലാസത്തുൻ മുതവാലിയാത്തുൻ ദുൽ ഖഅദതി ദുൽ ഹിജ്ജതി വൽ മുഹറം. അതിൽ കണ്ടിന്യൂ ആയിട്ട് പണ്ട് 3 തിങ്ങളുണ്ട്. അതായത് ഇപ്പം ഞങ്ങൾ ഉള്ളേ ദുൽഖഅദ തിങ്കൾ, ദുൽഖഅദ കഴിഞ്ഞാൽ പിന്നെ ദുൽഹിജ്ജ തിങ്കൾ, ഹജ്ജ് തിങ്കൾ, അതിൽ പിന്നെ പണ്ടത് മുഹറം തിങ്കൾ. ഇത് 3 കണ്ടിന്യൂ ആയിട്ട് പണ്ടത് മുദാർ അല്ലദി ജുമഅദ വ ശഅബാൻ. അതെ, ജുമഅദിനും പിന്നെ ശഅബാന്റെ നടുവിൽ പണ്ട് റജബ് തിങ്കൾ. അപ്പൊ ഈ 4 തിങ്കളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വഴിപാടുന്നുണ്ട്. അള്ളാഹു പവിത്രമാക്കിയത് ഒന്ന് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നൊന്ന് റജബ് ഐത്തിക്കർ. അപ്പൊ കണ്ടിന്യൂ ആയിട്ട് പണ്ടുള്ള 3 തിങ്കൾ ഐത്തിക്കർ ഞങ്ങൾ ഉള്ളത്. അതിൽ ഒന്നാമത്തെ തിങ്കൾ ഐത്തിക്കർ ദുൽഖഅദ അവസാനത്തെ 4 ഐത്തിക്കർ ഞങ്ങൾ ഉള്ളത്. സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കാനായ ഒരു വിഷയമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുസുന്നത്തിലൂടെയും ചില തിങ്ങൾക്ക് അള്ളാഹു പവിത്രത കൊടുത്തറ, ചില നാളുകൾ അള്ളാഹു പവിത്രത കൊടുത്തറ, ചില റായത്തുകൾ അള്ളാഹു പവിത്രത കൊടുത്തറ. എന്നെങ്കിലും അതേ അള്ളാഹു റസൂലാവട്ടെ ഇന്ന നാള് നല്ല ഇല്ല, ഇന്ന തിങ്കൾ നല്ല ഇല്ല ചൊന്തു എവിടം ഞങ്ങൾക്ക് അള്ളാഹു റസൂൽ പഠിപ്പാൽ തന്നില്ല. കാരണം ഇന്ന് ഇത് ചൊല്ലുകൊല്ല കാരണം ചൊന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ സമൂഹത്തിൽ വേറൂരിട്ടുള്ള ഒരു അന്ധവിശ്വാസം ഐത്തിക്കറ് നഹ്സു ചൊല്ലത്. നഹ്സു ചൊന്നിട്ടെങ്കിൽ 4 നല്ല ഇല്ല. അതേപോലെ സക്കുന നോക്കടെ, സമയ നോക്കടെ, നേര നോക്കടെ, ഇന്ന നേരത്തേക്ക് ഈ കാര്യം ആക്കുന്നു ചൊന്നുള്ളത്. ഇത് ഞങ്ങളുടെ ഉമ്മത്തിൽ ഒരു വേറൂരിയ പോലത്തെ ഒരു അന്ധവിശ്വാസം എത്തിക്കരുത്. സ്പഷ്ടമായിട്ട് മനസ്സിലാക്കണം, ഇസ്ലാം അന്ധവിശ്വാസ മുക്തമായ ഒരു ദീൻ എത്തിക്കരുത്. അന്ധവിശ്വാസത്തിൽ ഒരു രൂപത്തിലുള്ള സ്ഥാനമാണ് ഇസ്ലാമിലില്ല. അന്ധവിശ്വാസികളെ എത്തിക്കരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ആയത്ത് ഓതിത്ത് ഈ അള്ളാന്റെ ഈ പ്രകാശத்துக்கு അങ്ങ് കടന്നു വന്നോറും എന്നിട്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഉമ്മത്തില് ചെമ്മത്തെ സഹോദരന്മാർ ഒരു മഞ്ഞള ബൈக்கிறെങ്ക, അല്ലെങ്കിൽ ഒരു നല്ല കാര്യമാക്കുறെങ്ക, അല്ലെങ്കിൽ ഒരു വാഹനം എടുக்கிறെങ്ക, ഒരു അവക്കുള്ള ഉണ്ടാവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ ഡ്രസ് ഇട്ടുണ്ടെങ്കിൽ പല ആൾമാർ 4 നോക്കുന്നത് ഞങ്ങൾക്ക് കാണോക്കിട്ട് അതിൽ പ്രത്യേകമായിട്ട് വാർത്തൽ പണ്ട് 2 നാളുങ്ങ ചൊവ്വാസം ശനിയാസമായിത്തിക്കറും. ഈ 2 നാളില് ഞങ്ങൾക്ക് കാണോക്കിട്ട് പല മങ്ങിലത്തെ ഹാളും കണ്ട് ബീഗ ഇട്ടിട്ടിക്കറും. അണ്ട് ചിലപ്പോൾ ബാടികം കൊറോടി എന്ത് ചൊന്നെങ്കിൽ അണ്ട് നിക്കാഹ് ಹೋಗುತ್ತೀರ, ಅಂಡത്തെ 4 ವಿವಾಹ ಹೋಗುತ್ತೀರ, ಅಂಡ್ 4 ನಲ್ಲಿಲ್ಲ ಎಂದ್ರಮೋರು ಅಪಘಾತ ಉಂಡು ಚೊಂತ ಇತ್ತಿಕ್ಕಿರಿ ಅಶ್ಹದು ಅಲ್ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹ್ ವ ಅಶ್ಹದು ಅನ್ನ ಮುಹಮ್ಮದು ರಸೂಲುಲ್ಲಾಹ್ ಚೊಂತ ವಿಶ್ವಾಸ വെച്ച മുസ്ലിമീങ്ങളിലെ ബഹുഭൂരി ആൾമാർ വിശ്വാസമൈത്തിക്കിರು. ഈ വിശ്വാസ ഞങ്ങളെ പരലോക നഷ്ടപ്പെടുത്തുന്ന ഒരു വിശ്വാസമൈത്തിക്കിರು. അങ്ങനെ ഒന്നും ഇസ്ലാം എവിടെ പഠിപ്പാൻ തന്നില്ല.
ഇന്ന നാള് ഇന്ന നേരം നല്ല ഇല്ല ചൊന്തു ഒരിക്കലും അള്ളാഹു റസൂലു ഞങ്ങൾക്ക് പഠിപ്പാടി തന്നില്ല. ഇത് വലിയ ഒരു അന്ധവിശ്വാസം എത്തിക്കര്. മാത്രമല്ല ഈ നാളുಗೆ ಹೆಸ್ಸುங்க നോക്കരെ ഞങ്ങൾ നോക്കും ഞങ്ങൾ ഔത്തുലു ചിലപ്പോ ഇസ്ലാമിക് ಕ್ಯಾಲೆಂಡರ್ ചൊന്ന് അറിയൽപ്പെട്ട ಕ್ಯಾಲೆಂಡರ್ங்க ഉണ്ടാവും. ആ അറബിക് ಕ್ಯಾಲೆಂಡರ್ங்க ഉണ്ടാവും. ആ ಕ್ಯಾಲೆಂಡറിൽ ചില നാളുങ്ങൾക്ക് നഹ്സിട്ടിട്ടോളൂ. നഹ്സ് ചൊന്നെങ്കിൽ ആ നാള് നല്ല ഇല്ല. അണ്ട് ഒരു നല്ല കാര്യമാക്കുക തീരാ, ഒരു പുതിയ വാഹനം എടുക്കുക തീരാ, വിവാഹവുക തീരാ, പുതിയ വസ്ത്രം പോലും അണ്ടത്തെ നാൾ ഇടുക തീരാ. ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ ഇണ്ടും ഞങ്ങളുടെ ഉമ്മത്തിൽ ഞങ്ങളുടെ സമുദായത്തിൽ ഉണ്ട്. എന്നെങ്കിലും ഈ വിശ്വാസം ആരെ വിശ്വാസം എത്തിക്കരുത്, സ്പഷ്ടമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. അതെ, ഷാഫി മദ്ഹബിന്റെ പണ്ഡിതനായിട്ടുള്ളേ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ അയാൾ തന്റെ കിതാബിൽ പഠിപ്പാട്ടുണ്ട്, വഇന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ് ലാ മിൻ ഹദിയിൽ മുസ്ലിമീന അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഹിം. അതെ, ഷാഫി മദ്ഹബിന്റെ പണ്ഡിതനായിട്ടുള്ളേ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ അയാൾ പഠിപ്പാട്ടുണ്ട്, വഇന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്. നാളുക്ക് നഹ്സ് നോക്കരുത്, നാല് നല്ല ഇന്ന നാല് നല്ലതെന്ന് നോക്കരുത്. അത് യഹൂദിരെ സുന്നത്തെ എത്തിക്കരുത്. യഹൂദിരെ സുന്നത്ത് ചൊന്നെങ്കിൽ യഹൂദിരെ ചര്യ എത്തിക്കരുത്. ലാ മിൻ ഹദിയിൽ മുസ്ലിമീന അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഹിം. അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കരെ. അയിൽ ചൊല്ലേ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കരെ, അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കരെ. ഒരു മുസ്ലിമുടെ ചര്യ അല്ലാഹ് ചൊന്ത എത്തിക്കര്. ഷാഫി മദ്ഹബിന്റെ പണ്ഡിതനായിട്ടുള്ളേ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ അയാൾ നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പാട്ടുണ്ട്. അപ്പൊ നാളുക്ക് നഹ്സ് നോക്കരുത്. അത് ഒരു മുസ്ലിമുടെ ചര്യല്ല, അത് ഒരു ഈമാനുള്ളേ അള്ളാന്റെ മേൽ തവക്കുലാക്കര്. ഒരു മുസ്ലിമുടെ അത് ചര്യ അല്ലാഹ് ചൊന്ത എത്തിക്കര് പഠിപ്പാട്ടുണ്ട്. അത് പിന്നെ ആരെ സുന്നത്ത്? യഹൂദി. അത് യഹൂദിരെ സുന്നത്തെ എത്തിക്കര്, അത് യഹൂദിരെ ചര്യ എത്തിക്കര്. നാളുക്ക് നഹ്സ് നോക്കർ ചൊന്ത എത്തിക്കര് അയാൾ നമുക്ക് പഠിപ്പാട്ടുണ്ട്. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അസ്സ വജല്ല യുഅ്ദിനി ഇബ്നു ആദം യസുബ്ബു അദ്ദഹർ വഅന അദ്ദഹറു ബിയദിഹിൽ അംറു വഖല്ലിബുൽ ലൈല വന്നഹാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്നുര ചൊന്തു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, അതെ ആദമിന്റെ സന്തതി ഇങ്ങനെ കുപ്പദ്രാക്കിണ്ടുള്ളോರು അങ്ങ കാലത്തെ പറഞ്ഞുകൊണ്ടുള്ളോರು. എന്നിട്ട് വാനദ്ദഹർ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ കാല നാന എത്തിക്കര ബിയദിഹിൽ അംർ എല്ലാ കാര്യം നന്റെ കയ്യിലെത്തിക്കര യുഖല്ലിബുൽ ലൈല വന്നഹാർ. അതെ ജാവുടെ പെറും പോലും പോളിന്റെ പെറും ജാവും അതിനെടുത്ത പണ്ടവും നാന എത്തിക്കര ചൊന്ത എത്തിക്കര അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലേ. അപ്പൊ എല്ലാ കാര്യം അല്ലാഹുവിന്റെ പിടുത്തത്തിലെത്തിക്കര, അല്ലാഹുവിന്റെ കയ്യിലെത്തിക്കര. കാല അല്ലാഹു എത്തിക്കര ചൊന്ത എത്തിക്കര മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാ തന്നെ. അതായത് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഒന്നാമത് ഈ വിഷയം ഞങ്ങൾ മനസ്സിലാക്കും സഹോദരന്മാരെ. ചൊവ്വാസമാ ചെന്യാസം മങ്ങില ഉണ്ടായെങ്കിൽ ഏതെങ്കിലും ഒരു അപകടാവുಡು ആ നാല് നല്ല ഇല്ല ചൊന്തു വിശ്വാസം ഉണ്ടായെങ്കിൽ ഞങ്ങളെ പരലോകത്ത് നഷ്ടമായിത്തിക്കരുത്. കാരണം അല്ലാഹു റസൂൽ അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് അന്ധവിശ്വാസമായിട്ട് പഠിപ്പാട്ടി തന്നില്ല. അത് യഹൂദിനെ ചര്യമായിത്തിക്ക് ചൊന്തമായിത്തിക്ക് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു പവിത്രമാക്കിരാം. അള്ളാഹു ചില നാളുകളെ, ചില തിങ്കളുകളെ, ചില റായങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല പവിത്രമാക്കിറ. അത് അള്ളാഹു റസൂൽ ഞങ്ങൾക്ക് പഠിപ്പാ തന്നെ. ആ പവിത്രതയ്ക്ക് ശ്രേഷ്ഠത കൊണ്ടുണ്ടായിട്ട് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാ തന്നെ. എന്നെങ്കിൽ അതേ നേരത്തേക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തെ ഇസ്ലാം ഞങ്ങൾക്ക് ഒരിക്കലും പഠിപ്പാ തന്നില്ല. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ആ നാല് തിങ്കളില് സഹോദരന്മാരെ, ആ പവിത്രമാക്കിയ നാല് തിങ്കളില് ഇതാ ഒന്നാമത്തെ തിങ്കൾ ഇത് ദുൽഖഅദത്ത് അവസാനത്തെ നാളിൽ എത്തിക്കുള്ളത്. ഇന്ന് പണ്ട് ദുൽഹിജ്ജ തിങ്കള് ഹജ്ജ് നിർവഹിക്കുന്ന തിങ്കളായിത്തേക്കര് ദുനിയാവുടെ നാനാ ഭാഗത്തിൽ നിന്ന് ഞങ്ങളെ സഹോദരന്മാർ പവിത്രമായ ഹജ്ജ് കർമ്മത്തെ നിർവഹണാക്കുകയോ മക്കത്തിൽ എത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എത്തിക്കുന്ന ഞങ്ങൾ ഉള്ളത് സഹോദരന്മാരെ. കാരണം അത്രമാത്രം പ്രതിഫലമുള്ള ഒരു ഇബാദത്തേക്ക് ഹജ്ജ് ചൊന്തു. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നില്ലേ, ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹണാക്കിയിട്ട് قال رسول صلى الله عليه وسلم من حج فلم يرفث ولم يفسق ورجع كيومه ولدته امه. ഒരു മനുഷ്യൻ അസഭ്യമായ പലക പറയാണ്ട് അധാർമികതമായ കാര്യത്തെ അവിടെ ഉണ്ടാക്കാണ്ട് ഹജ്ജ് നിർവഹണാക്കിണ്ടെങ്കിൽ അവന്റെ ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പുറത്തു വന്ന പോലെ. അതായത് ഒരു ഉമ്മ കിടാവിടെ പെറുമ്പോ ആ കിടാവ് എന്തെങ്കിലും ഒരു ദോഷമുണ്ട സഹോദരന്മാരെ,
ಇಲ್ಲ ಅತ್ತರ ಶುದ್ಧಿ ಐಟ್ ಅವನು ಕಡದು ಬಂಡ ಚೊಂತ ಇಟ್ಟಿಗೆ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಹಜ್ಜುಗುಲ್ಲೆ ಪ್ರತಿಫಲ ಐಟಿಗೆ ಅಲ್ಲಾಹ್ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ಪಡಿಪಾಟಂಡೆ ಅಲ್ ಹಜ್ಜುಲ್ ಮಬ್ರೂರ್ ಲೈಸ ಲಹು ಜಜಾഉನ್ ಇಲ್ಲಲ್ ಜನ್ನಾ. ಅದೇ ಸ್ವೀಕಾರ ಯೋಗ್ಯമായ ಹಜ್ಜುಗುಲ್ಲೆ ಪ್ರತಿಫಲ ಸ್ವರ್ಗಲ್ಲ ಅಂಟೆ ಬೇರೆ ഒന്നും ಇಲ್ಲ ಚೊಂತ ಇಟ್ಟಿಗೆ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. അപ്പൊ ഈ ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಮೂರು ವಿಷಯ ನಂಗೆ ಬಡಿಪಾಟಂಡೆ. ಎಂಗನಮ್ಮ ಹಜ್ಜಾಕಿ ಬಂದವನಿಗಲ್ಲ ಈ ಪ್ರತಿಫಲ, ಬದಲಾಯ್ತು ಸ್ವೀಕಾರ ಯೋಗ್ಯമായ ಹಜ್ಜ. ಅವನು ಹಜ್ಜಿ ನಿರ್ವಹಿക്കു പോകുമ്പോ അവിടെ ചെമ്മ റഷി ಐತಿಕ್ಕರು ചെമ്മ ബുദ്ധിമുട്ടിക്കു ചിലപ്പോ അതൊക്കെ സ്വബുരെടുത്തിട്ട് നാവിലൂടെ അധാർമികമായ ഒരു പലക്ക് കടന്നു വരാന്തെ അർസ വരാന്തെ അള്ളാഹു റസൂൽ പടിപ്പാട്ടി പോലെ ഹജ്ജി നിർവഹിച്ച് ಬಂದವನಿಗೈತಿಕ್ಕರು ಈ ಪ್ರತಿಫಲ ಉಲ್ಲೇಖ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ನಂಗೆ പടിപ്പാട്ടಂಡೆ. ಅಪ್ಪ ಈ ಉಮ್ಮತ್ತಿಗೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിക്ക് അള്ളാഹു ധാരാളമായിട്ടുള്ള പ്രതിഫലത്തെ വെച്ചിറ നോക്കൂ. ഈ ഹജ്ജ് മാത്രമല്ല വേറെ ഇബാദത്ത് എത്തുണ്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലില്ലേ വിശുദ്ധ ഖുർആനില് 10 പിടിച്ച് 700 എത്ര ഞാൻ നിങ്ങൾക്ക് പ്രതിഫല തന്റെ. അത് ചൊല്ലുകൊള്ള കാരണം എന്ത് ചൊന്നിട്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോൽ കടന്നു വന്ന നബിമാരുള്ളവരും റസൂൽമാരുള്ളവരും അള്ളാഹു അങ്ക് ആയുസിനെ ಯಾರು ಕೊಡ್ತಾ ಸುದೀರ್ಘമായിട്ടുള്ള ആയുസ് ಐತಿಕ್ರೆ ಅಂಕ ಇಬಾದತ್ಗೆ ಎಡ್ಕೋಗುಲ್ಲೇ ಸಮಯത്ത് ಅಲ್ಲಾಹು ಕೊಡ್ತಾ. ನಂಗೊಂದು ನೂಹ್ ನಬಿ ಅಲೈಹಿ ಸಲಾತು ವಸ್ಸಲಾಮಿന്റെ ചരിത്രത്തിനൊക്കെ കാണുകിട്ട് 1050 കോടി ഉണ്ട് 150 വർഷ കാലത്തോളം അങ്ങ് ജീവിച്ചങ്ങ് ഐത്തിക്കുന്നത്. എന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിക്ക് ആയുസ് കോടി ഐത്തിക്കുന്നത്. എത്ര ഐത്തിക്കുന്നത്? അമാറു മിൻ ഉമ്മത്തി മാ ബൈന 60 വ 70. നന്റെ ഉമ്മത്തിക്ക് ആയുസ് 60 ഉൾഗ അതിനപ്പുറ കൊറോടിയും ഐത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്നെ. അപ്പൊ അള്ളാഹിന്റെ റസൂലിന്റെ ഉമ്മത്തിക്ക് ആയുസ് കൊറോടി എന്നെങ്കിലും അള്ളാഹിന്റെ റസൂലിന്റെ ഉമ്മത്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകുല്ല പ്രതിഫലത്തെ ധാരാളമായിട്ട് വെച്ച അത് വേറെ ഏത് നബിമാരുടെ സമുദായത്തില്ല. കാരണം അങ്ക് സുദീർഘമായിട്ടുള്ള ആയുസിന് പ്രവർത്തിക്കൂ എന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിക്ക് ആയുസ് കൂടി എത്തിക്കരുത് പ്രതിഫലത്തെ അള്ളാഹു ധാരാളം വെച്ച. നിങ്ങൾ നോക്കില്ലേ റമളാന്റെ അവസാനത്തിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിപ്പത് എത്ര പ്രതിഫല 1000 തിങ്കളിലെ കാണ്ടി 6 പ്രതിഫല. സരാസരി ഒരു 83 വർഷം ചില്ലറ ജീവിച്ച ഒരു മനുഷ്യൻ ജീവിച്ച സമാനമായിട്ടുള്ള പ്രതിഫല. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിക്ക് അള്ളാഹു കൊടുത്ത ഗിഫ്റ്റ് ഐത്തിക്കര്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിക്ക് ധാരാളമായിട്ടുള്ള പ്രതിഫലത്തെ ഞങ്ങൾക്ക് വെച്ചതാ. അതുകൊണ്ടായിട്ട് ഹജ്ജിന്റെ വിഷയത്തിൽ പഠിപ്പാടി തരുമ്പോ ആ പ്രതിഫലത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്റെ പൂർണ്ണമായിട്ടും ശുദ്ധി പാലിച്ചിട്ട് തിരിച്ചു പണ്ട് ചൊന്തായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്റെ. മാത്രമല്ല ദുൽഹിജ്ജ 1 പിടിച്ചിട്ടുള്ള 10 നാളത്തുള്ള ശ്രേഷ്ഠത അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട. വൽ ഫജ്ർ വലയാലിൻ അശ്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന സൂറത്ത് ഫജ്റില് പ്രഭാതത്തെ തന്നെ എത്തിക്കുന്ന സത്യ. അതേപോലെ 10 ജാവുട് തന്നെ എത്തിക്കുന്ന സത്യ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് ഇതൊക്കെ കൊടുത്ത വ്യാഖ്യാനം എത്തിക്കരുത്. ആ 10 ജാവ് ചൊന്ത അവിടെ ഉദ്ദേശിക്കരുത് അത് ദുൽഹിജ്ജ 1 വെച്ചിട്ടുള്ളേ ആ 10 നാൾ ചൊന്ത എത്തിക്കരുത്. അത്ര ശ്രേഷ്ഠത ഉണ്ട് ചൊന്തൈറ്റിക്കരെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നല്ലേ മാ മിൻ അയ്യാമിൻ അഅലമു ഇൻദല്ലാഹ് വലാ ഫീ ഇന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം ഫഅക്തിറു ഫീഹാ മിന തഹ്ലീൽ വ തസ്ബീഹ് വ തക്ബീർ വ തഹ്മീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നല്ലേ മാ മിൻ അയ്യാമിൻ അഅലമു ഇൻദല്ലാഹ്. അതെ ദുൽഹിജ്ജ 1 വെച്ചിട്ട് ആ ദുൽഹിജ്ജ 10 തോൽത്തല്ലേ അണ്ടത്തെ 4 സത്കർമ്മ എടുക്കണങ്ങൾട്ടിക അള്ളാഹുക്ക് യാറെ ഇഷ്ട ചൊന്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പൈത്തിക്കര് ദുൽഹിജ്ജ 1 ആ പിടിച്ചിട്ടില്ല ആ 10 നാളത്തുല്ലേ ആ അണ്ട് എടുക്കുന്ന അമലുക്ക് ഒരു അടിമയായ മനുഷ്യൻ അണ്ട് ഒരു അമൽ എടുത്തിട്ടെങ്കിൽ ആ അമൽ കൊണ്ട് അള്ളാഹുക്ക് യാറെ ഇഷ്ടം അവിടെ ചൊന്തായിട്ടിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫഅക്തിറു നിങ്ങൾ ആ സമയത്തിൽ യാറാക്കണം. ചമ്മത്തെ സഹോദരന്മാർ ഗഫ്ലത്തിൽ അവിടെ നാളുങ്ങൈത്തിക്കര്. അതെ ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലാർഹമായിട്ട് ഓഫർ തന്നെ നാളുങ്ങൈത്തിക്കരുത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅക്തിറു നിങ്ങൾ യാറാക്കറു ഫീഹ മിന തഹ്ലീൽ വ തസ്ബീഹ് വ തക്ബീർ വ തഹ്മീദ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാറാക്കറു സുബ്ഹാനല്ലാഹ് യാറ ചൊല്ലറു. അതേപോലെ അല്ലാഹു അക്ബർ യാറ ചൊല്ലറു അൽഹംദുലില്ലാഹ് ചൊന്തി യാറ ചൊല്ലറു ചൊന്തായിട്ടിക്കരെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്നെ. ഏത് നാളില് ദുൽഹിജ്ജ 1 വെച്ചിട്ട്
ஆ 10 நாள் தோல்த்துல்லே நாளுங்க ஐத்திக்கிறு காரணம் அண்டு நாங்க எடுக்கிற இபாதத்துக்கு அல்லாஹுக்கு யாரு இஷ்டம் இல்லை ஐத்திக்கிறு இதுக்குள்ள காரணம் இப்னு ஹஜர் அல் அஸ்கலானி ரஹ்மத்துல்லாஹ் படிப்பாத்தண்டு എന്തുകൊണ്ട് അല്ലാഹുക്ക് யாரு ഇഷ്ടപ്പെട്ട നാളുங்க ஐத்திக்கு சொன்னட்டாங்க ഇജ്തമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി എല്ലാ ഇബാദത്തുங்க ഒരുമിച്ച് പണ്ട നാളുங்க ஐத்திக்கிறு ഈ 10 നാളില് ഏതെല്ലാം ഇബാദത്ത് ഫീഹി വഹിയ സ്വലാത്തു വസിയാമു വസ്സദഖത്തു വൽ ഹജ്ജ് അതേ നിസ്കാര അതേപോലെ സ്വതക അതേപോലെ ഹജ്ജ് അതേപോലെ നോമ്പുങ്ങ ഇത് ഒട്ടിಗೆ കടന്നു പണ്ട് നാളുങ്ങ എത്തിക്കറ് പ്രധാനപ്പെട്ട ഇബാദത്തുങ്ങ ഈ 10 നാളില് ഒട്ടിಗೆ ഇട്ട് കടന്നു പണ്ട് നാളുങ്ങ എത്തിക്കറ് സ്വന്തം എത്തിക്കറ് ബഹുഭൂരി പണ്ഡിതന്മാര് അതൊക്കെ കൊടുത്ത് വ്യാഖ്യാനം എത്തിക്കറ് അതുകൊണ്ട് അല്ലാഹു ആ സമയത്തിൽ എടുക്കുന്ന ഇബാദത്തുങ്ങ യാറ് ഇഷ്ടമായത് സ്വന്തം എത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാത്തണ്ടേ അതുകൊണ്ട് ആ നാളുകളിൽ സഹോദരന്മാരെ അല്ലാഹു അക്ബർ യാരെ ചൊല്ലണു സുബ്ഹാനല്ലാഹ് യാരെ ചൊല്ലണു അൽഹംദുലില്ലാഹ് യാരെ ചൊല്ലണു അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനത്തെ ദിക്റുങ്ങ കലിമത്തുങ്ങളെ ഞങ്ങൾ ധാരാളമായി ചൊല്ലണു അതേപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ട് ഫർള് നിസ്കാരത്തെ മുന്നോളും പിന്നും റവാത്തിബ് സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങളെ ധാരാളം ഞങ്ങൾ നിർവഹിക്കണു കാരണം എൻ്റെ റബ്ബുക്ക് ഏറെ ഇഷ്ടപ്പെട്ടേ നാളുങ്ങ എത്തിക്ക് ചൊന്തായിട്ടിക്കറ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാ തന്നെ ഇത് ദുൽഹിജ്ജത്തെ ആ ഒന്നിനെ വെച്ചിട്ട് 10 നാൾ കൊടുത്ത് മഹത്വം എത്തിക്കറ് ആ മഹത്വത്തെ അറിഞ്ഞിട്ട് സഹോദരന്മാരെ ഞങ്ങൾ ഇബാദത്തിനെ എടുക്കണു എന്ന് ചൊന്നെങ്കിൽ ഇതെല്ലാം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നേതായിട്ടിക്കറ് ഈ നാളുങ്ങല്ല ധാരാളമായിട്ടുള്ള പ്രതിഫലത്തെ അല്ലാഹു നമുക്ക് ഓഫറാക്കി വെച്ച നാളുങ്ങ എത്തിക്കറ് അല്ലേ ഞങ്ങൾ ദുനിയാവിൽ നിന്ന് ಇನ್ನೊಂದು ಪಕ್ಕತ್ತಿಗೆ ಯಾತ್ರೆ പോകുമ്പോ ഞങ്ങൾ വേനായ ഉപകാരമുള്ള വസ്തുക്കളെ മാത്രമേ ഞങ്ങൾ എടുത്തു പോണേ ഞങ്ങൾ യാത്രക്ക് എന്തെങ്കിലും മരണ ചൊല്ല ഒരു യാത്ര ഞങ്ങൾ പോണുകൊണ്ടു തിരിച്ചു വരാത്ത ഒരു യാത്ര ഇട്ടേക്കര് എന്നെങ്കിലും ആ യാത്ര പോകുമ്പോ ഇത് ഇത്തരത്തിലുള്ള നാളുകളെ വിഷയത്തിൽ ഞങ്ങൾ ഒരിക്കലും ഗഫ്ലത്തിലാവുക തീരാ അള്ളാഹു റസൂൽ ഇത് മഹത്വപ്പെടുത്തിയ നാളെത്തിക്കര് അതൊക്കെ അത്രമാത്രം പ്രതിഫലമുണ്ട് അനാവശ്യമായിട്ട് ഇങ്ങനത്തെ നാളുകളെ ഞങ്ങൾ ഒരിക്കലും വ്യർത്ഥമാക്കി പോത്തീരാ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടായെങ്കിൽ ഞങ്ങളെ മരണ ചൊല്ല യാത്രക്ക് നല്ല നല്ല ഇബാദത്തുകളെ അള്ളാഹിന്റെ പക്കൽ നിങ്ങൾക്ക് കൊണ്ടുപോകുക സാധിക്കും സഹോദരന്മാരെ ഖുർആൻ കേട്ടില്ലേ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഏ സത്യവിശ്വാസിമാരെ നിങ്ങൾ അള്ളാഹിന്റെ സൂക്ഷിക്കോറോ നാളേക്ക് വേണ്ടിട്ട് നിങ്ങൾ എന്ത് തയ്യാറാക്കി വെച്ചോ ചൊന്തോ ഓരോരോ നഫ്സും ചിന്തിക്കട്ടെ ഏത് നാളെ ഞങ്ങളെ ശ്വസനവായു നിന്നു പോയിട്ടായെങ്കിൽ മരണ ചൊല്ലിട്ടില്ലേ മരിച്ചതിൽ പിന്നത്തെ ഒരു നാളെ ഞങ്ങൾക്ക് ഞങ്ങളെ ജീവിതത്തിൽ കടന്നു പറഞ്ഞുകൊണ്ടോ ആ നാളേക്ക് വേണ്ടിട്ട് നിങ്ങളെ കയ്യിൽ എന്തുണ്ട് ചൊന്തായിട്ട് വിശുദ്ധ ഖുർആൻ ഞങ്ങൾ കേൾക്കരേ അതുകൊണ്ട് ഇത്ര മാത്രത്തുള്ള ഓഫറുള്ള നാളുകളും പ്രതിഫലാർഹമായ നാളുകളും അതേപോലെ റമളാൻ തിങ്കള ലൈലത്തുൽ ഖദ്ർ പോലത്തെ ജാവുകളും അള്ളാഹു ഞങ്ങൾക്ക് തന്നരേ ഞങ്ങളെ മരണാനന്തര ജീവിതത്തെ ഞങ്ങൾക്ക് വേണായിട്ട് തയ്യാറാക്കുള്ളതായിത്തിക്കര് അത്രമാത്രം പ്രതിഫലത്തെ സഹോദരന്മാരെ ഒരിക്കലും അശ്രദ്ധ കാട്ടിട്ട് അതിനെ ഞങ്ങൾ എന്താക്കൂ തീരാം ഒരിക്കലും പാലാക്കി ಬಿಡೋಗು ತೀರಾ അത് ഞങ്ങൾ സ്വീകരിക്കണു ಅದಕ್ಕೆ ഞങ്ങൾ പ്രതിഫലം നേടിയെടുക്കും ചൊന്തായിട്ടിക്കര് ഈ സന്ദർഭത്തിലും നന്നൊട്ടും നിങ്ങൾട്ടും ഗമനത്തെടുത്ത് വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ പ്രതിഫലത്തെ അള്ളാഹു ഞങ്ങൾക്ക് വെച്ചിറ ഈ നാളില് അതൊക്കെ നേടിയെടുക്കരേ യഥാർത്ഥ മുഅ്മിനീങ്ങൾ കൂട്ടത്തില് അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുടെ നിയമത്തെ നിർദ്ദേശനത്തെ അനുസരിച്ച് ജീവിക്കുന്ന ಸ್ವಂತ ನಫ್ಸರ ಮರಕಾಂಟ ಓರೋತ್ತಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡಿಲ್ಲ ವಸಿಯತ್ ಹಾಕೊಂಡಿಲ್ಲ. ಸಹೋದರಮಾರೆ ನಂಗೆ മനസ്സിലാക്കിയ പറഞ്ഞ വിഷയ ദുൽഹിജ്ജ ആ 10 നാളിലെ ശ്രേഷ്ഠത്തെ എത്തിക്ക് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ സഹോദരന്മാരെ, ഞങ്ങൾക്കെല്ലാവരും ഗൊന്തിന്ന പല ഉദൂഹിയത്ത് അല്ലെങ്കിൽ ബലികർമ്മ കുർബാനി ഞങ്ങൾ ചൊല്ലാം. അത് കൊടുക്കുന്ന വിഷയത്തിൽ ഇസ്ലാം ഞങ്ങൾക്ക് ಅದರ ಮಹತ್ವತೆ ನಂಗೆ ಬಡಿಪಾಡ್ತಾನ್ರು. ಮಹಾನಾಯ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಲ್ಲು ಅನ್ನ ಅಬಿ ಹುರೈರತ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅನ್ನ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ قال
മൻ കാന ലഹു സഅതുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ഒരാൾക്ക് ആവതുണ്ട് കുർബാനി കൊടുക്കും, ഉദൂഹിയത്ത് കൊടുക്കുക, അവൻ്റെ ആർത്ഥികമായിട്ടുള്ള താക്കത്തുണ്ടോ, എന്നിട്ടും അവൻ കൊടുത്തില്ല ಅಂತಾಂಗೆ ഞങ്ങളെ ഈദ് നിസ്കാരത്തിൽ അവൻ വരാണ്ടിക്ക ചൊന്തൈറ്റിക്കിற മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതിലൂടെ ഒരു ആർത്ഥികമായിട്ട് സാധ്യമുള്ള മനുഷ്യൻ അവന് കൊടുക്കുന്നു ചൊന്തൈറ്റി ഉദൂഹിയത്ത് കൊടുക്കും ചൊന്തൈറ്റിക്കിற മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തൻ്റെ. കാരണം ഈ ഉദൂഹിയത്തിൻ്റെ പെറോത്തിലോ ഒരു ചരിത്രം ഞങ്ങൾ മുന്നിലുണ്ട് സഹോദരന്മാരെ. അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കുകാവാത്ത ഒരു ചരിത്രമായിട്ടിക്കരുത്. അത് മാത്രമല്ല, ഹജ്ജ് നിർവഹിക്കപ്പോണ്ടേ പ്രതി ഒരു കർമ്മത്തെ പെറോത്തുള്ളൂ ഒരു കുടുംബത്തെ ജീവിതം അവിടെ ഞങ്ങൾക്ക് കാണുക കിട്ടും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെയും ഹാജറ റളിയല്ലാഹു അൻഹയുടെ മഹത്തരമായ ത്യാഗപൂർണമായ ജീവിത എത്തിക്കുന്ന ഞങ്ങൾ മുന്നിൽ കാണുമല്ലേ. ഉദൂഹിയത്തിന്റെ വിഷയം സംബന്ധിച്ച് ചൊല്ലുമ്പോൾ അവിടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു കൊടുക്കുന്ന ഒരു പരീക്ഷ എത്തിക്കരുത് അല്ലെ. എത്രമാ വിവാഹമായിട്ട് എത്രമാ വർഷമായിട്ട് മക്കയില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളമായിട്ട് അള്ളാഹുട്ടിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നിട്ട് റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ, അള്ളാഹു എനിക്ക് സ്വാലിഹായ സന്താനത്തിന് തറന്നു ചൊന്തു നിരന്തരമായിട്ട് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുട്ടിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ സ്വാലിഹായ സന്താനത്തെ അള്ളാഹു കൊടുത്തപ്പ ആ കിടാവു നടക്കിടെ പ്രായമാകുമ്പോൾ ചെറിയ വയസ്സായ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുಗೂ ഒരു കിനാവുടെ അള്ളാഹു കാട്ടി കൊടുത്ത മോന്റെ അറുക്കുന്നു ചൊല്ലുത്തില്ലേ. ഇത് വലിയൊരു പരീക്ഷ എത്തിക്കരുത് സഹോദരന്മാരെ. എത്ര സമയത്തിൽ ദ്വാരത്ത് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു കിടാവായിത്തിക്കരുത്. ആ കിടാവുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ അതിന് നീ അറുക്കുന്നു ചൊന്ത എത്തിക്കരു ചൊല്ലുമ്പോ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലില്ലേ. ആ കിനാവ് കണ്ട സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മോന്റെ വിളിക്കരുത്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് അഭിപ്രായം കേൾക്കരു, മോനെ ഇങ്ങനത്തെ ഒരു കിനാവിടെ നാ കണ്ടേ, എന്ത് നിന്റെ അഭിപ്രായം എന്ത്? അപ്പ എത്തിക്കരു സ്വാലിഹായ ആ സന്താന ചൊല്ലിയവർ പലക്കെ എത്തിക്കരു ഇഫ്അൽ മാ തുഅ്മർ, അള്ളാഹു നിങ്ങൾക്ക് എന്ത് കൽപ്പിച്ചതാ അത് നിങ്ങൾ നിർവഹിക്കോറും. അങ്ങനെ റെഡിയാവിടും. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ അറുക്കു കൂട്ടിപ്പോണ്ട് അബ്ബ എത്തിക്കരു തൻ്റെ ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യും പിടിച്ചോണ്ടു മിനാ ചൊല്ല പക്കത്ത് കടന്നു പോകേണ്ടത് എത്തിക്കരു അല്ലേ. ഒരു അബ്ബയുടെ മനസ്സ് നോക്കോറു. ആ മനസ്സ് എത്രമാത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈമാൻ എന്തായിട്ടിക്കും സഹോദരന്മാരെ. ഒരു തൻ്റെ കിടാവിടെ കൈ പിടിച്ചോണ്ടു, ഒരു കയ്യിൽ ആയുധം പിടിച്ചോണ്ടു അള്ളാഹുടെ കൽപ്പന പ്രകാരം ഇനി എന്ത് സംഭവിക്കുന്നത് ചൊന്തുകൊണ്ടില്ല എന്നിട്ടായെങ്കിൽ അർക്കൊക്കെ കൂട്ടുപോണ്ടേ ഒരു ചരിത്രത്തിക്കരു സഹോദരന്മാരെ. എത്രമാത്രം ഒരു പരീക്ഷ എത്തിക്കരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്ത്. അതുകൊണ്ടല്ലേ ഖുർആൻ ചൊല്ലേ അതിൽ പൂർത്തിയാക്കി ചൊന്തു അള്ളാഹു എന്ത് കൽപ്പിച്ചാന ಅದಕ್ಕೆದುರಾയിട്ട് ഒരു പലയാണ്ട് ആ പരീക്ഷങ്ങളെ യഥാവസ്തുതമായിട്ട് നേരിട്ട് നേതാവായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ കിടാവിടെ ഇങ്ങനെ കൂട്ടി പോകേണ്ട സന്ദർഭത്തിലായിട്ടിക്കര് അങ്ങനെ മിനാച്ചൊല്ലിന്റെ പക്കത്തേക്ക് ആ മോന്റെ ആ അറുക്കിന്റെ സന്ദർഭത്തില് അബ്ബട്ടിಗೆ ചൊല്ലൂർ പലക്കൊണ്ടു, അബ്ബ നന്നെ നിങ്ങ വളർത്തിട്ട് ബಲ್ತೋರು, ನನ್ನ ಮೊಗಲ್ ನೀವು ಕಾಣುಗು ತೀರಾ ಚೊಲ್ಲು ಉದ್ದೇಶಕ್ಲಾಕಿ ನಾವು ಚೊಲ್ಲು അങ്ങനെ കമർത്തിട്ട് മൽത്തിട്ട് ആയുധം എടുക്കുന്ന സന്ദർഭം ആ മോന്റെ കൽത്ത് വെച്ചിട്ട് ആയുധം വെച്ചിട്ട് അറുക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാം സാക്ഷിയായിട്ടുണ്ടോ, ആകാശ ഭൂമിങ്ങ സാക്ഷിയായിട്ടുണ്ടോ അല്ലെ, ആകാശ ഭൂമിങ്ങ എല്ലാം സാക്ഷിയായിട്ടുണ്ട്. ഇന്ത്യ എന്ത് നടുക്കർ സ്വന്തോട് ഗൊന്തില്ല എന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബുടെ കൽപ്പന എത്തിക്കരുത്, നന്റെ അള്ള നണ്ടിട്ട് ചൊന്ന നിർദ്ദേശനമായി എത്തിക്കരുത്, അത് പാലിക്കുന്നത് മാത്രമേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ആ ആയുധത്തെ എത്തി കിടാവുടെ കൽത്ത് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ആ ഇബ്രാഹിം അത് സദ്ദഖതു റുഅ്യ, ഇബ്രാഹിം നിങ്ങൾ സത്യപ്പെടുത്തിരോറും നിങ്ങൾ മോന്റെ അറുക്കണ്ട, അത് ബദലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബലിമൃഗത്തെ ഇട്ടിക്കര് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കരേ. അതെ ബലി പെരുന്നാളും ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഹജ്ജിനെ ഞങ്ങൾ നിർവഹിക്കുമ്പോൾ ത്യാഗപൂർണമായ ഒരു ജീവിതമായിട്ടിക്കര് അതിന് പെറുത്തിലുള്ള ചരിത്രം ഞങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ അണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുടെ കൽപ്പന പാലിച്ച് തൻ്റെ മോനുണ്ട് നോക്കാൻ്റെ അള്ളാഹിന്റെ കൽപ്പന പാലിച്ചിട്ട് അറുക്കു കൊണ്ടുപോയിട്ട് എന്നെങ്കിലും എൻ്റെ സാമ്പത്തികമായിട്ട് ശേഷി ഇന്നിട്ടും
ആർത്ഥികമായിട്ടുള്ള താക്കത്തിന്നിട്ടും ആറ് ഉദൂഹിയത്ത് കൊടുക്കില്ല. അവന് ഈദ് നിസ്കാത്ത് ബറാണ്ടിക്ക ചൊന്തൈറ്റിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങളുടെ ആർത്ഥിക സഹായ വ്യവസ്ഥ കൊണ്ടാ താക്കത്ത് കൊണ്ടാ തീർച്ചയായിട്ടും ആ ഉദൂഹിയത്ത് ഞങ്ങൾ കൊടുത്തിട്ടേ തീരുന്നു സഹോദരന്മാരെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നല്ലേ, ഉദൂഹിയത്ത് കൊടുക്കുക ഉദ്ദേശിക്കുന്ന ഇദാ റഅയ്തും ഹിലാല ഇദാല ദിൽ ഹിജ്ജ, അതായത് ദിൽ ഹിജ്ജരെ മാദ കണ്ടെങ്കിൽ വഅറാദ അഹദകും അൻ യുളഹിയ ഫൽയുംസിക് അൻ ശഅരിഹി വഅൽഫാരിഹി. അതെ ദിൽ ഹിജ്ജരെ മാദ കണ്ടെങ്കിൽ ആറ് ഉലൂഹിയത്ത് കൊടുക്കുക ഉദ്ദേശിക്കുന്ന അവന്റെ തലയുടെ മുടിയും ഉഗുരം എടുക്കാൻ ടിക്കറ്റ് ചൊന്തൈറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോൾ ചൊന്നെങ്കിൽ അവൻ കൊടുക്കുക അവിടത്തോളൂ. അതായത് ദുൽഹിജ്ജ ഒന്നിനെ പിടിച്ചിട്ട് അതിനെ ഉദൂഹിയത്ത് അവൻ എപ്പോ കൊടുക്കുക ആ സന്ദർഭത്തിൽ അവിടത്തോളും അവന്റെ തലയുടെ മുടിയും അവന്റെ ഉഗുരം എടുക്കാൻ ടിക്കറ്റ് ചെമ്മത്ത ആൾമാർ പ്രശ്നാക്കിടോറും എന്ന് കേട്ടിക്കൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊന്നത്. സഹോദരന്മാരെ കൂടെ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ചില ഇൽമുടെ അള്ളാഹു ഞങ്ങൾക്ക് പഠിപ്പാത്തಂದ್ರ ചില ഇൽമുടെ അള്ളാഹു ഞങ്ങൾക്ക് പഠിപ്പാട്ടಂತೆ അവന്റെ പക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിರ ಅದರ ವಿಷಯത്തിൽ ഞങ്ങൾ ഒരിക്കലും എന്താക്കുതീരാ ചർച്ചയാക്കുതീരാ. അത് എന്തുకు മുടിയെടുക്കുതീരാ, അത് എന്തുకు ഗുണെടുക്കുതീരാ ചൊല്ലല് ചർച്ച ഒരു മുഅ്മിന്റെ കടന്നു പറഞ്ഞീരാ. അള്ളാഹിന്റെ റസൂൽ ചൊന്തു ഞാനത് അനുസരിച്ച അത്ര മാത്രമേ ഒരു മുഅ്മിൻ. കാരണം അത് അള്ളാഹു അവന്റെ പക്കല്ല ഇൽമുടി വെച്ചത്, അത് ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാത്തಂತಿಲ್ಲ. അതുകൊണ്ട് ഈ വിഷയത്തില് ഞങ്ങൾ ഗമനത്തിൽ വെക്കണം. ഈ ആറുകെറ്റിക്കരി മുടിയെടുക്കാണ്ടത് അതേപോലെ മുടിയെടുക്കാണ്ടത് കൊടുക്കുന്നവനുക്ക് മാത്രമേ എത്തിക്കര്, വേറെ ആർക്കും അത് ബാധകമല്ല ചൊല്ലി വിഷയം കൂടി ഞങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് അതേപോലെ അറഫ നോമ്പുണ്ട് സഹോദരന്മാരെ. ദുൽഹിജ്ജ ഒലിമ്പോകും ഞങ്ങളെ സഹോദരന്മാർ അൽ ഹജ്ജ് അറഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചൊന്നെങ്കിൽ അറഫ ഇട്ടിക്ക് ചൊന്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പത്തന്നെ ആ അറഫ മൈതാനത്തിൽ അത്ര മഹത്വം ഉണ്ടോ. എല്ലാ ഹാജിമാർ അണ്ടത്തെ നാളില് അള്ളാഹുട്ടിക്ക് കൈ ഉയർത്തിട്ട് പ്രാർത്ഥിക്കുന്ന നാളുങ്ങൈത്തിക്കര് ആ അറഫത്തണ്ട്. അതുകൊണ്ട് റായത്തുള്ള ആൾമാർ അണ്ടത്തെ നാളിനങ്ങ അറഫ നോമ്പ് നോക്കൊണ്ടായിട്ടിക്കര് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പത്തന്നെ അതുക്കുള്ള പ്രതിഫലം നോക്കൂ. സുഐല അൻ സൗമി യൗമി അറഫ ഫഖാല യുകഫിർ സനതൽ മാദിഹ വൽ ബാക്കിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തല്ലേ അറഫ നോമ്പുകളുടെ പ്രതിഫല അത് കഴിഞ്ഞു പോയ ഒരു വർഷത്തും ഇന്ന് പണ്ട് ഒരു വർഷത്തെ ദോഷത്തുകൊല്ലേ പരിഹാരമായിട്ടിക്കൊച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാരെന്ന നിലക്ക് ഞങ്ങളെ ജീവിതത്തിൽ 6 കോടി പണ്ട് ആ 6 കോടിക്ക് പരിഹാരമായിട്ടിക്കര് 2 വർഷത്തെ ദോഷത്തുകൊല്ലേ പരിഹാരമായിട്ടിക്കര് ഈ നോമ്പ് ചൊന്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ പണ്ട് അറഫ നോമ്പുടെ ഞങ്ങളെല്ലാവരും അനുഷ്ഠിക്കും ചൊന്തൈത്തിക്കര് ഈ സന്ദർഭത്തിൽ ചൊല്ലുകൊല്ലേ സഹോദരന്മാരെ. അപ്പൊ ഇത്തരം വിഷയത്തെ ഞങ്ങൾ ഗമനത്തിൽ വെക്കണം. അതേപോലെ 2-3 വിഷയ ചൊല്ലുകൊല്ലേ സഹോദരന്മാരെ. സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് സോഷ്യൽ സർവീസ് വിംഗിന് പ്രതി വർഷം സാമൂഹികമായിട്ടുള്ള കുർബാനി വ്യവസ്ഥകളുണ്ടോ. ഒരാൾക്ക് 5500 രൂപയ്ക്ക് ಅದರ ಕೌಂಟರ್ ಪರ್ತುಂಡು. ಇನ್ಶಾಲ್ಲ 6 കൊടുക്കും ഒരു ഷെയർ 6 കൊടുക്കും ഉദ്ദേശിക്കുന്നവരാ. ഇൻഷാല്ല നിങ്ങൾ ഈ നിസ്കരിച്ചിട്ട് പോകുമ്പോ അതവിടെ കൊടുത്തു വിടണം. ഒരാൾക്ക് 5500 രൂപയ്ക്ക് ഈ കുർബാനികളിലെ പൈസത്തെ അവർ മൊത്തം എത്തിക്കര്. രണ്ടാമത്തെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ ദാറുൽ ഖൈർ ചൊല്ല മദ്രസ നടന്നുകൊണ്ടുണ്ട് സഹോദരന്മാർ. ഇൻഷാല്ല തിങ്കളാഴ്ച പിന്നെ മദ്രസ റീഓപ്പൺ ആയിത്തിക്കര് അതിന് അഡ്മിഷൻ കാര്യം നടന്നുകൊണ്ടുണ്ടോ. ആരെങ്കിലും നിങ്ങളുടെ മക്കളെ ഈ മദ്രസ ചേർപ്പാട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ കമ്മിറ്റി ഭാരമായിട്ട് ആയത്ര ಬೇಗ നിങ്ങൾ അത് ബന്ധപ്പെടണു. അസർ വെച്ചിട്ട് മഗ്രിബ് തോಲು പെണ്ണു മക്കൾക്ക് മാത്രമുള്ള ബാച്ച് എത്തിക്കര്, മഗ്രിബ് വെച്ചിട്ട് പിന്നെ ജാവത്തോലോ ആൺമക്കുള്ള ബാച്ച് എത്തിക്കര്. അതുകൊണ്ട് ഇൻഷാല്ല തിങ്കളാഴ്ച പിന്നെ മദ്രസ തുടങ്ങര്. അതേപോലെ ഞങ്ങളെ പള്ളിയിലെ കലക്ഷനും ഉണ്ടു. ഇൻഷാല്ല ഈ കലക്ഷനുക്ക് നല്ല രൂപത്തിൽ സഹായിക്കണു, സഹകരിക്കണു. അള്ളാഹുടെ കൊണ്ടു നടക്കരെ ഈ ഭവനത്തെ ഭാരവാഹിമാർക്ക് സാമ്പത്തികമായിട്ട് ഓരോ രൂപത്തിലുള്ള പ്രശ്നം ഇല്ലാത്ത വില ലി വജഹില്ല അള്ളാന്റെ വജ ആഗ്രഹിച്ചിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണു, സഹകരിക്കണു. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നോർത്തോളം ജീവിതത്തില്
അള്ളാഹു പഠിപ്പാൽ തന്നെ അമലു സ്വാലിഹാത്തുകളെ നിർവഹിക്കരെ യഥാർത്ഥ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. ഉഷാറില്ലാത്തവർ ചെമ്മത്തെ ആൾമാർ ദ്വാർക്ക് വസിയത്താക്കിനവർ ഷാഫിയായ റബ്ബു അവന്റെ കുദ്രത്ത് കൊണ്ട് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യത്തെ ആഫിയത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടു കൂടി ജീവനാക്കൂ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഹോസ്പിറ്റലിലും മൗത്തിലുമായിട്ട് മാരകമായ നൊമ്പൽ അനുഭവിക്കുന്ന എത്രമാ സീക്കുകൊണ്ട് പ്രയാസം അനുഭവിച്ച എത്രമാ സഹോദര സഹോദരിമാരുള്ളവർ ഷാഫിയായ റബ്ബു എല്ലാവർക്കും പരിപൂർണമായ ശിഫത്തെ ആരോഗ്യത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഭയാനകമായ നരകത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെല്ലാവരും കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയെ എത്രമാ വിശ്വാസിനിമാരുള്ള അള്ളാഹു എല്ലാവരുടെ കബൂർ വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാവരുടെ കബൂർ അള്ളാഹു പ്രകാശത്തിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ ജീവിതത്തിൽ എന്ത് യാറ് കോടി പറഞ്ഞിട്ട് ഗഫാറായ ഗഫൂറുൽ വദൂദായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് എല്ലാവർക്കും പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച് ഈ നേരത്തോട് സംഭവിച്ച എല്ലാ ചെറുപിലെ ദോഷത്തെ ഗഫാറായ ഗഫൂറുൽ വദൂദായ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന നേരത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊല്ല് മരിക്കുക അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നവർത്തോളം അല്ലാഹുവേ നിന്റെ കലാമിടം നിന്റെ റസൂലിന്റെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കരെ യഥാർത്ഥ മുവഹിദീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നീ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിക്ക് ഇസ്സത്ത് അനുഗ്രഹിക്കണ അല്ലാഹുവേ. ഞങ്ങളെ മക്കൾ നീ സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കണ അല്ലാഹുവേ. സുഖസമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ട സൗഭാഗ്യത്തെ ആൾമാരായിട്ട് അല്ലാഹു നീ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.